ഫ്ലാറ്റിൽ നിന്ന് വില്ലയിലേക്ക് മാറിയതിന് ശേഷമുള്ള എൻ്റെ ഓരോ രാവിലെകളും അതിമനോഹരമാണ് കേട്ടോ. പൂക്കളും ചെടികളും ഇതിനൊക്കെ സ്നേഹിക്കുന്ന എനിക്ക് ഇതൊരു വല്ലാത്ത ഫീലാണ്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്കൊരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ സിസ്റ്ററും ഒമാനിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നതെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാം, ഇത്തിരി മത്തിയും കുറച്ച് നത്തോലിയും കൊണ്ടുവരുന്നതെന്നുണ്ട്. അവിടുത്തെ മത്തി ഭയങ്കര ടേസ്റ്റാണോ. നമ്മളിവിടെ കിട്ടുന്ന മത്തിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടല്ലേ കിട്ടുക. അപ്പോൾ അത് ഭയങ്കര ഫ്രഷ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മത്തില്ല, അതിനേക്കാൾ കവച്ച് വെക്കുന്ന ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ ഇത്തിരി മത്തി കൊണ്ടുവരാൻ പറഞ്ഞോളൂ, ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് ഈവനിങ്ങിലെ ഒരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഈത്തപ്പഴം പൂത്ത് അത് കായ് വരുന്ന തുടങ്ങുന്ന സമയത്ത് മരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ തെങ്ങൊക്കെ ഇങ്ങനെ അതിൻ്റെ കൊതുമ്പലൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കാറില്ല, അതുപോലെയാണ്. പിന്നെ അതിൻ്റെ കുല ഇങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് കെട്ടിയെടുക്കും. അപ്പം മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ കേട്ടോ. ഇതെനിക്ക് ആദ്യത്തെ കാഴ്ചയായിരുന്നു, എനിക്ക് കൗതുകമായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. കൗതുകം ഇത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം താമസിക്കുന്നത് സാറിലാണ്. സാറിൽ നിന്ന് മാഹൂസിലേക്ക് എന്ന് സൈക്കിളിൽ വരികയാണെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഈ ചൂടത്ത് വരികയും തിരിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രവാസികളിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ സത്യം പറയാം 2 ദിവസം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാറ്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. ഏതായാലും എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ എന്നിങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കാം. ഇത് വേറൊരു ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. രാവിലെ ഉമ്മനെ സിസ്റ്ററൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളും വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് പോയത് വെജിറ്റേറിയൻ ഹോട്ടൽ വൃന്ദാവനിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കോംബോ ഉണ്ട്, രാവിലെ മോർണിംഗിൽ കിട്ടും, പക്ഷേ ഫ്രൈഡേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇതാണ് നമ്മൾ വൈകുന്നേരം തന്നെ ഏതായാലും ഒന്ന് സിസ്റ്ററും എല്ലാവരും ഉള്ള സമയമല്ലേ എന്ന് വിചാരിച്ചൊന്ന് ചിക്കൻ ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് പിന്നീട് ഞാൻ ഇടാം കേട്ടോ. എന്തായാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ആ രാത്രി നമ്മളിങ്ങനെ ഒരു ബാർബിക്യൂ നൈറ്റായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മക്കൾ പറഞ്ഞു അവർക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകണമെന്ന്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിൽ തന്നെ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പൂളിലൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അവിടെ ഒരു മാവ് ഉണ്ട്, ആ മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ തക്കാളി മരങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അല്ലാത്ത കൃഷികളൊക്കെ തുടങ്ങാനായി. അപ്പോൾ ഇങ്ങനത്തെ കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. ഇത്തിരി മാങ്ങ കിട്ടിയപ്പോൾ അതും കൂടെ ഉപ്പിലിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് വീണ്ടും കാണാൻ. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷ. താങ്ക് യു സോ മച്ച്.